മനുഷ്യരെ അഭിസംബോധന ചെയ്യുന്ന മനോഹരമായ ഒരു വാചകമുണ്ട്, ഖലീഫത്തുല്ലാഹി ഫിൽ അർള്, ഭൂമിയിൽ അള്ളാഹുവിൻ്റെ പ്രതിനിധിയാണെന്ന്. ഈ വർഷത്തെ സാഹിത്യോത്സവത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത് എവർലാസ്റ്റിംഗ് ടച്ചസ് എന്നുള്ള. എൻ്റെ സഹോദരൻ്റെ മുഖത്ത്, ഹൃദയത്തിൽ ഒരു ചെറിയ സന്തോഷം ഉണ്ടാക്കുക, അതാണ് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവർത്തനം എന്ന് പറയുന്നുണ്ട്. കേരളം കണ്ട മഹാദുരന്തങ്ങൾ, പ്രളയകാലങ്ങൾ എത്ര ഭംഗിയായിട്ടാണ് നമ്മളതിനെ അതിജീവിച്ചത്. ഒരു സ്ത്രീ പറയുന്നുണ്ട്, എനിക്കൊരു ചെറിയ കുഞ്ഞുണ്ട്, ആ ഒരു പ്രായമുള്ള കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ആ കുട്ടിക്ക് മുല കൊടുക്കാൻ വേണ്ടി തയ്യാറാവും എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഇത്തരത്തിലുള്ള കേരള മോഡൽ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. സ്വന്തം ഭാര്യ മരിച്ചതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ മക്കളോട് പറയാൻ കഴിയാതെ നിസ്സഹായനായി നിൽക്കുന്ന ഒരച്ഛൻ, അല്ലെങ്കിൽ അത്രയും മനുഷ്യന്മാർ എൻ്റെ കൂടെ ഉണ്ടായിട്ട് പോലും അയാൾ ആത്മഹത്യ ചെയ്യുന്നത് എനിക്ക് തിരിച്ചറിയാൻ പറ്റിയില്ലല്ലോ. ഒന്ന് ആർത്ത് പൊട്ടിക്കരയാനുള്ള മനുഷ്യർ. ദേവർഷോൽ ഉസ്താദിന്റെ നേതൃത്വത്തിൽ സമൂഹ വിവാഹം നടന്നു. കുഞ്ഞുമോൻ ഫൈസി ഉസ്താദിനോട് സങ്കടം പറയൂ അത്ര. നമ്മൾ ഉസ്താദ്മാർ ജീവിച്ചു പോയത് ഇങ്ങനെയാണ്. അതാണ് നമ്മൾക്ക് ഇതിലേക്ക് മനുഷ്യർക്കൊപ്പം എന്നുള്ള കേരള നമ്മൾ കണ്ടതാണ്. എല്ലാ മനുഷ്യരെ കൊണ്ടും ചെയ്യാവുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെയ്താൽ തന്നെ നമുക്കിവിടെ ഒരു വിപ്ലവം ഉണ്ടാക്കാം. SSF വാളക്കുളം സെക്ടർ 33ാമത് പതിപ്പ് സാഹിത്യോത്സവത്തിന്റെ ഭാഗമായിട്ടുള്ള ചെറിയൊരു ചർച്ചയിലാണ് ഇപ്പം നമ്മളുള്ളത്. ഈ വർഷത്തെ സാഹിത്യോത്സവത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത് എവർലാസ്റ്റിംഗ് ടച്ചസ് എന്നുള്ള, അനശ്വര സ്പർശങ്ങൾ. അതായത് മനുഷ്യന് കുറഞ്ഞ കാലേ ജീവിതമുള്ളൂ. ആ ജീവിതത്തിൻ്റെ ഇടക്ക് മനുഷ്യന് ആ ഒരു ആയുസ്സോളം ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. സാമൂഹികപരമായിട്ടുള്ള ഉത്തരവാദിത്തമുണ്ട്, വ്യക്തിപരമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളുണ്ട്, കുടുംബപരമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളുണ്ട്. അങ്ങനെയുള്ള ഉത്തരവാദിത്തങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഓടിക്കൊണ്ടിരിക്കുന്ന മനുഷ്യൻ കുറച്ച് കാലം കഴിയുമ്പോൾ മരിച്ചു പോവാണ്. അങ്ങനെ മരണത്തിന് ശേഷം ആ മനുഷ്യൻ ഭൂമിയിൽ സ്ഥായി ആയിട്ടുള്ള എന്തെങ്കിലും ബാക്കി വെക്കുന്നുണ്ടോ? അങ്ങനെ ബാക്കി വെക്കുന്നുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് സമൂഹം ആ ഒരു കാര്യത്തിനെ, ആ സ്ഥായി ആയിട്ടുള്ള കാര്യത്തിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അങ്ങനെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു നശിക്കാത്തതായിട്ടുള്ള ഓർമ്മകളെ നമ്മൾ എങ്ങനെയാണ് ഭൂമിയിൽ ബാക്കി വെക്കുക? അങ്ങനെ ബാക്കി വെച്ചാൽ എന്തെല്ലാം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്തെല്ലാം ഉപകാരങ്ങളാണ് ഉണ്ടാവുക എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ ഒരു പ്രമേയത്തിലൂടെ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് പുതിയ കാലത്തെന്ന് പറഞ്ഞാൽ അപ്ഡേഷനുകളൊക്കെ പെട്ടെന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുക. അതായത് ഇപ്പോൾ റീൽസുകളുണ്ട്, അല്ലെങ്കിൽ മറ്റു ട്രെൻഡിങ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പെട്ടെന്ന് അപ്ഡേറ്റ് ആയിട്ട് കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ്. അങ്ങനെ ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് ഒരു ദീർഘകാലം ഓർത്ത് വെക്കാൻ ഉതകുന്ന രീതിയിലുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യത്തെ നമ്മൾ ഭൂമിയിൽ ബാക്കി വെക്കുക എന്നുള്ളതിനെ കുറിച്ചാണ് ഈ ഒരു പ്രമേയം ചർച്ച ചെയ്യപ്പെടുന്നത്. ഓരോ വർഷവും സാഹിത്യോത്സവൻ്റെ കെട്ടിലും മട്ടിലും അതിൻ്റെ ആവിഷ്കാരങ്ങളിലും അതിൻ്റെ ആലോചനകളിലൊക്കെ വലിയ വികാസമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളം ലിറ്ററേച്ചർ ഫെസ്റ്റിവലുകളെക്കുറിച്ച് ആലോചിക്കുന്നതിന് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് സാഹിത്യോത്സവങ്ങൾ ആരംഭിക്കുകയും സമൂഹ നിർമ്മിതിക്ക് ഉപകരിക്കുന്ന ഒരുപാട് സന്ദേശങ്ങൾ കൈമാറുകയും ചെയ്തു എന്നുള്ളത് സാഹിത്യോത്സവങ്ങളുടെ ഏറ്റവും വലിയ സവിശേഷത. വാളക്കുളം സെക്ടർ സാഹിത്യോത്സവത്തിൻ്റെ തീമായിട്ട് അവതരിപ്പിക്കുന്നത് തന്നെ എവർലാസ്റ്റിംഗ് ടച്ചസ്, നീണ്ടു നിൽക്കുന്ന അവസാനിക്കാത്ത ഒരുപാട് കാലത്തേക്ക് മനുഷ്യൻ്റെ ജീവിതം അടയാളപ്പെടുത്താനുള്ള സ്പർശനങ്ങൾ, തലോടലുകളെയാണ് അവതരിപ്പിക്കുന്നത്. മനുഷ്യന് രാമുഖം എന്ന സുഭാഷ് ചന്ദ്രൻ്റെ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. ഒന്നുകിൽ മനുഷ്യർക്ക് വായിക്കാൻ കൊള്ളാവുന്ന എന്തെങ്കിലും എഴുതുക, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വായിക്കാൻ കഴിയുന്ന രൂപത്തിലുള്ളൊരു ജീവിതം ജീവിച്ചു തീർക്കുക. ഏറ്റവും ലളിതമായി മനുഷ്യനെ അങ്ങനെ അവതരിപ്പിക്കാൻ തോന്നുന്നു. അതെ അല്ലേ? അത് വളരെ ചെറിയൊരു അവതരണമാണ്. അപ്പോൾ മറ്റുള്ളവർക്ക് വായിക്കാൻ ഉതകുന്ന തരത്തിലുള്ള ജീവിതത്തിനെ പറ്റിയാണ് പറഞ്ഞത്. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള കാര്യം. രണ്ട് കാര്യങ്ങൾ എനിക്ക് തോന്നുന്നത്, വിശുദ്ധമായ ഇസ്ലാം മനുഷ്യരുടെ ജീവിതത്തെ മറ്റുള്ളവർക്ക് വേണ്ടി സമർപ്പിക്കുന്നതിന്, അതിന് മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്നതിന് പ്രവാചകരോട് ചോദിക്കുന്നുണ്ട്, ജനങ്ങളിൽ ഏറ്റവും ഉത്തമൻ ആരാണ് എന്നൊരു ചോദ്യമുണ്ട്. നബി അതിന് മനോഹരമായ മറുപടി പറയുന്നുണ്ട്, അംഫാഹും ലിന്നാസ്, ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നവരാണ്. മാത്രമല്ല, ഒരു മനുഷ്യർക്ക് ഉപകാരം ചെയ്യുക, ഒരു മനുഷ്യനെ ജീവിക്കാൻ പ്രേരിപ്പിക്കുക,
സൂറത്തുൽ മാഇദയുടെ 32-ാമത്തെ ആയത്തിൽ വമൻ അഹിയഹ ഫകഅന്നമ അഹിയന്നാസ ജമിയ. ഒരു മനുഷ്യനെ ജീവിപ്പിച്ചാൽ അവൻ ഈ സമൂഹത്തെ മുഴുവൻ ജീവിപ്പിച്ചവന് തുല്യമാണ്. ജീവിപ്പിക്കാൻ ഒരാൾക്ക് ജീവൻ നൽകുക എന്നുള്ളത് മാത്രമല്ല, ഒരാൾക്ക് ജീവിക്കാനുള്ളൊരു പ്രത്യാശ നൽകുക, ഒരു പ്രതീക്ഷ നൽകുക, ഒരു സാന്ത്വനം നൽകുക, ഒരു നല്ല വാക്ക് കൊണ്ട്, അല്ലേ? എന്താണ് മനുഷ്യൻ്റെ ജീവിതം? അയ്യുൽ അഅ്മാലി അഹബ്ബു ഇലല്ലാഹ്. മുത്തനബി സ്വഹാബത്തിനോട് ചോദിക്കാനും അള്ളാഹിൻ്റെ അടുത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവർത്തനം അല്ലേ ചോദിക്കുന്നത്? ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവർത്തനം ചോദിക്കുന്ന സമയത്ത് മുത്തനബി കുറേ ഉത്തരങ്ങൾ ഇങ്ങനെ പ്രതീക്ഷിക്കുന്നു. സ്വഹാബത്ത് പല ഉത്തരങ്ങളും ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഉത്തരങ്ങൾ എണ്ണി കാത്തിരിക്കുന്ന സ്വഹാബത്ത് അവസാനം റസൂലിനോട് പറയുന്നുണ്ട്, റസൂലെ തങ്ങൾ തന്നെ പറയും എന്ന് പറയുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇദ്ഖാലുൽ ഫറഹി വസ്സുറൂരി ഫീ ഖൽബി മുഅ്മിൻ. എൻ്റെ സഹോദരൻ്റെ മുഖത്ത്, ഹൃദയത്തിൽ ഒരു ചെറിയ സന്തോഷം ഉണ്ടാക്കുക. അതാണ് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവർത്തനം എന്ന് പറയുന്നുണ്ട്. ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമ്മൾ പറയുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാക്കാൻ ചെറിയ ചെറിയ കാര്യങ്ങൾ മതി. മതി. അത് കുഞ്ഞു കുഞ്ഞു സർപ്രൈസുകൾ, അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ, ഒരു ജസ്റ്റ് ചില സമയത്ത് നമ്മൾ ചേർത്ത് പിടിക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ഹഗ്ഗിങ്, അല്ലെങ്കിൽ ഒന്ന് ചിന്തിച്ചാൽ മതി, ആ ഒരു സന്തോഷം ഉണ്ടാവും. പക്ഷേ അതെങ്ങനെ, നമ്മളിപ്പോൾ ഭയങ്കരമായിട്ട് ഒരു ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ നിൽക്കുന്നത്. പക്ഷേ ഒരു സ്ഥായിയായിട്ടുള്ള ഒരു ഇതുപോലുള്ള ഒരു ഓർമ്മകളെ ഉണ്ടാക്കാൻ നമുക്ക് സാധ്യമാകുന്നുണ്ടോ എന്ന ചോദ്യങ്ങൾക്ക് ഒരു പ്രസക്തി ഉണ്ട്. പിന്നെ റീസെൻ്റ്ലി നമ്മളിപ്പോൾ ബർത്ത്ഡേകൾ ആഘോഷിക്കുന്നുണ്ട്, അല്ലെങ്കിൽ വെഡ്ഡിങ് ആനിവേഴ്സറികൾ, അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളൊക്കെ നമ്മൾ അടിപൊളിയായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും നമ്മൾ കുറച്ചും കൂടി നമ്മൾ ചിന്തിച്ചു പോയിട്ടുണ്ടെങ്കിൽ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ സൂയിസൈഡൽ റേറ്റുകളുള്ളത്, അല്ലെങ്കിൽ മാനസികപരമായിട്ട് കൂടുതൽ ആളുകളും ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഡിപ്രഷൻ പോലുള്ള അസുഖങ്ങളൊക്കെ കേരളത്തിൽ എല്ലായിടത്തും കാണപ്പെടുന്നുണ്ട് ശരിക്കും. അപ്പോൾ പലപ്പോഴും പറയുന്നത് നമ്മൾ ലിസണിങ്സിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. ഒരാൾ കേൾവിക്കാരനായിട്ട് ഒരാൾ വേണം, അല്ലെങ്കിൽ അത്രയും മനുഷ്യന്മാർ എൻ്റെ കൂടെ ഉണ്ടായിട്ട് പോലും അയാൾ ആത്മഹത്യ ചെയ്യുന്നത് തിരിച്ചറിയാൻ പറ്റിയിട്ടില്ലല്ലോ, അല്ലെ എന്തുകൊണ്ടാണായിരിക്കും അയാൾ അങ്ങനെ ചെയ്തത് എന്നുള്ള ചിന്തകളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വശം ഇപ്പുറത്തിരിക്കുന്നുണ്ട്. അതായത് നമ്മൾ സിമ്പിളാണ് എന്ന് പറയുമ്പോൾ പോലും നമ്മളുടെ ചുറ്റുഭാഗത്തുള്ള മനുഷ്യരിലേക്ക് എത്തിപ്പെടാൻ നമ്മളെ കൊണ്ട് പറ്റുന്നില്ല എന്നൊരു തോന്നലുണ്ടോ? നൈമിഷികമായ സെലിബ്രേഷനുകൾ നമ്മുടെ പരിസരങ്ങളിൽ റീലുകളിലൂടെയും അതുപോലെ തന്നെ സ്റ്റോറികളിലൂടെയും സോഷ്യൽ മീഡിയകളിലൂടെയൊക്കെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അതോടൊപ്പം കുറേ സമയത്ത് ഈ ആൾക്കൂട്ടത്തിലിരിക്കുന്ന സമയത്തും ഒറ്റക്കായി പോകുന്ന കുറേ മനുഷ്യർ, അവരാണല്ലോ അല്ല, ആൾക്കൂട്ടത്തിൽ തനിയെ എന്ന് MT പറഞ്ഞതുപോലുള്ള കുറേ മനുഷ്യരുണ്ട് ഒറ്റക്കായി പോകുന്ന, അല്ലേ? അതായത് നമ്മൾ ആ മനുഷ്യരോട് ചേർന്ന് നിന്നുകൊണ്ട് എനിക്ക് ഞാനുണ്ടടാ, കരയാൻ മുമ്പ് നിൽക്കുന്ന മനുഷ്യർക്ക് കരയാനൊരു തോള് കൊടുക്കുക, ആ തോളിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് ഒന്ന് സാരമില്ലടാ എന്ന് പറയാനുള്ള, അത് ഒരു ഭയങ്കര സംഭവമാണ്. മനുഷ്യനെ ചേർത്ത് പിടിക്കുക എന്നുള്ളത്. ഈ വിക്ടർ ഹ്യൂഗോയുടെ പാവങ്ങൾ എന്ന് പറയുന്ന അതിൻ്റെ 100ാം വാർഷികം നമ്മൾ ഈ വർഷമാണ് ആഘോഷിച്ചത്. അതിൽ ജീൻ വാൽജീന് ഭക്ഷണം മോഷ്ടിച്ചതിൻ്റെ പേരിലൊക്കെ ജയിലിലാകുന്ന സന്ദർഭമുണ്ട്. അത് കഴിഞ്ഞിട്ട് ജീൻ വാൽജീന് ഒരു പള്ളിയിൽ നിന്ന് ഒരു ബിഷപ്പിൻ്റെ വെള്ളിപ്പാത്രങ്ങൾ മോഷ്ടിച്ചുകൊണ്ട് അദ്ദേഹത്തെ വീണ്ടും പോലീസ് പിടിക്കുന്ന സന്ദർഭത്തിൽ പോലീസ് സ്റ്റേഷനിലേക്ക് അദ്ദേഹത്തെ ഹാജരാക്കിയ സമയത്ത് ആ ബിഷപ്പ് പറയുന്നുണ്ടല്ലോ, അത് ഞാൻ അദ്ദേഹത്തിന് കൊടുത്തതാണെന്ന് പറയുന്നുണ്ട്. അവിടുന്ന് ഒരു മനുഷ്യൻ്റെ പരിവർത്തനം തുടങ്ങും. മനുഷ്യർക്ക് ജീവിക്കാനുള്ള നന്മയിലുള്ള ഒരു നല്ല ജീവിതം മനുഷ്യർക്ക് ജീവിക്കാനുള്ള സാഹചര്യം അവിടുന്ന് ഉയർന്നു വരികയാണ്. അപ്പോൾ നമുക്ക് ഈ മനുഷ്യരെ ഇങ്ങനെ ചേർത്ത് പിടിക്കാൻ സാധിച്ചാൽ തന്നെ, ഇപ്പോൾ കേരളത്തിലെ പ്രമുഖമായ കലാലയങ്ങളിൽ പോലും ഉയർന്ന റാങ്ക് നേടി ഒരുപാട് പ്ലസ് ടുവിലും ഹയർ സെക്കൻഡറി തലത്തിലും അതുപോലെ തന്നെ ഡിഗ്രി തലത്തിലൊക്കെ ഉയർന്ന മാർക്ക് നേടി വലിയ നാടിൻ്റെയും സമൂഹത്തിൻ്റെയും കുടുംബത്തിൻ്റെയൊക്കെ വലിയ പ്രതീക്ഷയായി മാറിയ കുട്ടികൾ രാജ്യത്തിൻ്റെ ഉയർന്ന കലാലയങ്ങളിലേക്ക് വ്യത്യസ്തങ്ങളായ പരീക്ഷകൾ എഴുതി ഉയർന്ന എൻട്രൻസ് എക്സാമുകളൊക്കെ എഴുതി കലാലയങ്ങളിലെത്തിയ കുട്ടികൾ, അവർ നമ്മുടെ പരിസരത്തുള്ള ഒരു കലാലയത്തിൽ നിന്ന് തന്നെ നമ്മൾ കേട്ടു ഒരുപാട് കുട്ടികൾ ആത്മഹത്യ ചെയ്തു. കുട്ടികൾ ഭയങ്കരമായിട്ട് മാനസിക പ്രശ്നങ്ങൾ, സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട്, അവരെ കേൾക്കാൻ ആളില്ല എന്നുള്ളത്. ഇപ്പോൾ കേരളത്തിൽ പോലും ഹിയറിംഗ് സെൻ്ററുകൾ, അതായത് മനുഷ്യരെ കേൾക്കുന്ന സെൻ്ററുകൾ, സങ്കടമുള്ള മനുഷ്യന്മാർക്കൊന്ന് വന്ന് പരാതി പറയാനുള്ള, നേരത്തെ നമ്മളത് കുറേ അകലെ കേട്ടിരുന്നത് നമ്മുടെ അടുത്തേക്കുമായി മാറിയിട്ടുണ്ട്. പക്ഷേ നമ്മളിങ്ങനെയൊക്കെ ആലോചിക്കുന്ന സമയത്തും ശരിക്ക് നമ്മൾ ഒരു ആൾക്കൂട്ടമാകുന്ന സമയത്ത് നമ്മൾ അടിപൊളിയാണ് ശരിക്കും. അതായത് കേരളം കണ്ട മഹാദുരന്തങ്ങൾ, പ്രളയകാലങ്ങൾ,
എത്ര ഭംഗിയായിട്ടാണ് നമ്മളതിനെ അതിജീവിച്ചത്. ഈ ദുരന്തങ്ങളിൽ വീട് നഷ്ടപ്പെട്ടു പോയ മനുഷ്യർ. ഇപ്പോൾ റീസെൻ്റ്ലി നമ്മളിപ്പോൾ വയനാട് ചുരൽമല ഇതിൽ എത്ര പെട്ടെന്ന് ഇപ്പോൾ അതിൽ ഒരു സ്ത്രീ പറയുന്നുണ്ട്, എനിക്കൊരു ചെറിയ കുഞ്ഞുണ്ട്, അപ്പോൾ ആ ഒരു പ്രായമുള്ള കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ആ കുട്ടിക്ക് മുല കൊടുക്കാൻ വേണ്ടി തയ്യാറാവും എന്ന് പറയുന്ന സാധനമുണ്ട്. ഒരു അമ്മയുടെ നീക്കിവെപ്പ്, ഒരു അമ്മയുടെ കരുതൽ, ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഏറ്റവും ലളിതമായിട്ട് ഒരു കുഞ്ഞിനെ വിശക്കും, ആ കുഞ്ഞിനെ ചേർത്ത് പിടിക്കേണ്ടത് അനിവാര്യതയാണല്ലോ. വളരെ ഭംഗിയായിട്ട് അതായത് അത്രയും മൈന്യൂട്ട് ലെവലിൽ മനുഷ്യൻ ചിന്തിച്ചു തുടങ്ങി. അതായത് അവർക്ക് അത്രയും അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ, അപ്പോൾ അവരെ അങ്ങനെ അത്രത്തോളം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്യണം എന്നുള്ളൊരു ബോധം മനുഷ്യരിലുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ സമാനമായി നമ്മൾ നോക്കുന്നത് കോവിഡിൻ്റെ സമയത്ത് സർക്കാർ ചെയ്തതുപോലെ തന്നെ സന്നദ്ധ സംഘടനകളും ഓരോ മനുഷ്യരും ചേർന്ന് നിന്ന സമയത്താണ് കുറേ വീടുകളിൽ അടുപ്പ് എന്നത്, കുറേ മനുഷ്യരുടെ വയറ് നിറഞ്ഞത്. ആ സമയത്താണ് കരിപ്പൂരിൽ വിമാനാപകടം, ഒരു ഇരുണ്ട രാത്രി തങ്ങളുടെ ജീവൻ പണയം വെച്ചുകൊണ്ട് രക്ഷാപ്രവർത്തനത്തിന് ഓടി നടന്ന കുറേ മനുഷ്യർ. എന്താണ് അത് നമ്മൾ കരിപ്പൂരിൻ്റെ പരിസരത്ത് നിന്നുകൊണ്ടാണല്ലോ വാളക്കുളം സെക്ടറിൽ നമ്മൾ ഈ തീം ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇങ്ങനെ ആൾക്കൂട്ടമാകുന്ന സമയത്ത് ഈ മലപ്പുറം ജില്ലയിൽ നിന്ന് തന്നെ നമ്മൾ നോക്കുന്ന സമയത്ത് ഈ കേരളത്തിലെ തെക്കൻ ജില്ലകളിലേക്കൊക്കെ ഈ പ്രളയകാലത്ത് വീടുകൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഇവിടുന്ന് സ്വന്തം ബസ്സുകളും വാഹനങ്ങളും എടുത്തുകൊണ്ടൊക്കെ ഇവിടുന്ന് അവിടെ പോയി അവിടുത്തെ വീടുകൾ ക്ലീൻ ചെയ്ത് വന്ന് മത്സ്യത്തൊഴിലാളികളുടെ പറയേണ്ട കാര്യം. അതെ മനുഷ്യർക്ക് വേണ്ടി തോണിയിൽ നിന്നിറങ്ങാനുള്ള മനുഷ്യർക്ക് വേണ്ടി മുതുക് താഴ്ത്തി കൊടുത്ത മനുഷ്യന്മാർ. അതായത് കേരളത്തിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, ഈ ഒരു പൊതു പ്രശ്നം വരുമ്പോൾ അവിടെ മതം, ജാതി അല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങൾ, സാമുദായിക പ്രശ്നങ്ങൾ, സംഘടനകൾ, ഇതിനെല്ലാം മാറ്റി നിർത്തിയിട്ട് മനുഷ്യൻ എന്നൊരു പൊതുവികാരത്തിൽ നിന്നിട്ടാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു കേരള മോഡൽ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അപ്പോൾ എവിടെ പോയാലും നമുക്ക് പറയാൻ പറ്റുന്നത് നമ്മളിങ്ങനെയൊക്കെയുള്ള ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ മറ്റു മനുഷ്യരൊക്കെ വാവ് ഇങ്ങനെയൊക്കെയുള്ളവരുണ്ടോ എന്നുള്ളൊരു ചോദ്യം അവിടെ ബാക്കി വെക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ പറയുന്നത് വ്യക്തി ജീവിതങ്ങളിലേക്ക് വരുമ്പോൾ, ഓരോ വ്യക്തികളിലേക്ക് വരുമ്പോഴാണ് നമുക്കിങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. മറ്റുള്ളവരുടെ മുമ്പിൽ ചിരിക്കുന്ന സമയത്തും ഉള്ളിലനുഭവിക്കുന്ന സങ്കടങ്ങളുടെ മഹാപർവ്വതങ്ങളുണ്ട് അല്ലേ? അതായത് ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന കുറേ മനുഷ്യന്മാർ, കാലഘട്ടത്തിൻ്റെ വേഗതക്കനുസരിച്ച് കെട്ടുപൊട്ടിച്ച് പായാൻ നിൽക്കുന്ന സമയത്തും കെട്ടുപൊട്ടി പോകുന്ന മനുഷ്യന്മാരുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെ ദുരിതങ്ങളുടെ സങ്കടങ്ങളുടെ മഹാപർവ്വതങ്ങൾക്കിടയിൽ മഹാഹിമപാളികൾക്കിടയിൽ എഴുന്നേറ്റ് പോരാൻ പോലും കഴിയാതെ നിസ്സഹായരായി മരിച്ചു പോകുന്ന കുറേ മനുഷ്യരുണ്ട്. ഇവരൊക്കെ നമ്മൾ ഈ നെയ്പായസം എന്നൊരു ഇതുണ്ടല്ലോ, ഭാര്യ മരിച്ച ഒരു അച്ഛൻ മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്ന സമയമുണ്ട്. അതിൽ ആ കുട്ടി പറയുന്ന അമ്മ ഉണ്ടാക്കിയ നെയ്പായസം ഭയങ്കര നല്ല രസമുണ്ട്, സ്വാദുണ്ട് എന്നൊക്കെ പറയുന്ന സമയത്തും സ്വന്തം ഭാര്യ മരിച്ചതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ മക്കളോട് പറയാൻ കഴിയാതെ നിസ്സഹായനായി നിൽക്കുന്ന ഒരച്ഛൻ്റെ കഥ എങ്ങനെയാണ് ഈ മക്കളത് പറഞ്ഞ് പ്രതിഫലിപ്പിക്കുക എന്നൊരു ആശങ്ക, ഒരു വലിയ വേദന ഇത് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടല്ലോ. അതുപോലെ അങ്ങനെയുള്ള കുറേയേറെ മനുഷ്യരിങ്ങനെ ആൾക്കൂട്ടത്തിലിങ്ങനെ സന്തോഷമായിരിക്കുന്ന സമയത്തും ഒന്ന് വീട്ടിലെത്തിയിട്ട് വേണം ലോകത്തെ പുറത്താക്കി വാതിലടക്കാൻ എന്ന് പാടിയതുപോലെ അങ്ങനെ ഒന്ന് വാതിലടച്ച് ഒന്ന് ലോകസ്ഥമായിട്ട് ഒന്ന് സ്വസ്ഥമായിട്ടിരുന്നാൽ ഒന്ന് ആർത്ത് പൊട്ടിക്കരയാനുള്ള മനുഷ്യർ അല്ലേ? അങ്ങനെ ഈ മനുഷ്യരൊക്കെ നമുക്ക് ചേർത്ത് പിടിക്കാൻ കഴിയണം. ഈ മുഴുവൻ മനുഷ്യർക്കും അവർക്ക് എന്താണോ അവർക്ക് ആവശ്യം. പലപ്പോഴും ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഒരു കൂട്ടുകാരൻ അയച്ചൊരു വോയിസ്, എനിക്കിങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് എന്നോട് നിങ്ങളെങ്കിലും എനിക്കൊന്ന് വിളിച്ചോ, എനിക്ക് ഞാനുണ്ടടാ, സാരല്ലടാ എന്ന് നിങ്ങളെന്നോടൊന്ന് പറഞ്ഞു, എനിക്കത് എന്ത് സന്തോഷമാകുമായിരുന്നു കേട്ടോ എന്ന് നമ്മളോട് പറയുന്ന രൂപത്തിൽ ഇങ്ങനെ മനുഷ്യന്മാർ അതിഭീകരമായി ഒറ്റപ്പെടുക. അതുകൊണ്ടാണ് വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്യുന്നത്, കടം കയറിയിട്ട് കുട്ടികൾ കുടുംബനാഥന്മാർ ആത്മഹത്യ ചെയ്യുന്നത്, വലിയ വ്യവസായ പ്രമുഖർ പോലും നമ്മളിങ്ങനെ നോക്കുന്ന സമയത്ത്. അതായത് നമ്മളിപ്പോൾ വേറൊരു സാധനം കൂടി ഉണ്ട്. ഇപ്പോൾ സെലിബ്രിറ്റീസുകളൊക്കെ ആത്മഹത്യ ചെയ്യുമ്പോൾ അവർക്ക് ഭയങ്കര ഷോക്കായിട്ടാണ് കാരണം അവരുടെ റീലുകളാണ് നമുക്ക് കണ്ട് പരിചയമുള്ളത് എന്നുള്ളതാണ്. റീൽസിലും റിയൽസിലും വ്യത്യാസങ്ങളാണ് മനുഷ്യർക്കുള്ളത് എന്നുള്ളത്. എത്രയേറെ സെലിബ്രിറ്റികളാണ് നമ്മുടെ മുമ്പിൽ ഇങ്ങനെ റീലുകളിലൂടെ സമൂഹത്തിന് ഇങ്ങനെ വലിയ ഞങ്ങൾ സന്തോഷങ്ങളുടെ ഗിരിസംഘങ്ങളിൽ ജീവിക്കുക എന്ന് പറഞ്ഞ മനുഷ്യന്മാരൊക്കെ
എത്ര പേരാണ് ആത്മഹത്യ ചെയ്തത്. അപ്പോൾ ഇങ്ങനെ ഈ മനുഷ്യർക്കൊക്കെ ഇടയിലേക്കൊക്കെ തെരുവിൽ നിന്ന് ചിരിക്കുന്ന സമയത്തും ഉള്ളിൽ സങ്കടങ്ങളുടെ മഹാകടൽ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ മനുഷ്യരിലേക്ക് ഇറങ്ങി ചെല്ലാൻ നമ്മളെ കൊണ്ട് പറ്റണം എന്നുള്ളതാണ്. അതെ, നമുക്ക് സാധിക്കും. ഈ മനുഷ്യന്മാരെ മുഴുവനും നമുക്ക് ചേർത്ത് പിടിക്കാൻ സാധിക്കും. മനുഷ്യൻ്റെ മനസ്സെന്ന് എന്ന് പറഞ്ഞാൽ ശരിക്ക് ഒരു വലിയ സ്പേസാണ്. ലോകത്ത് അടയാളപ്പെടുത്താൻ കഴിയാത്ത സ്പേസാണ്. അതിൽ ഈ ലോകത്തെ മുഴുവൻ മനുഷ്യരെയും കൊണ്ടുവന്നിരുത്തിക്കൊണ്ട് നമ്മുടെ മനസ്സിലിരുത്തിയാലും അവിടെ സ്ഥലം ബാക്കിയാവും. അപ്പോൾ ഈ ലോകത്തെ മുഴുവൻ മനുഷ്യരെയും നമുക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ഇവിടെ ഇരിക്കാം എന്ന് പറയാൻ നമ്മുടെ ഹൃദയത്തിൽ അങ്ങനെ ഒരു സ്പേസ് ഉണ്ടാവണം ശരി. അതായത് അപ്പോഴാണ് നമ്മളൊക്കെ മനുഷ്യനാകുന്നത്. എന്ന് പറയുന്നത് പോലെ നിങ്ങൾക്ക് പൂവിലേക്ക് പടരാനും വേരിലേക്ക് താഴാനും നിങ്ങളെ തന്നെ തുറച്ചു നോക്കാനും കഴിയുമ്പോഴാണ് നിങ്ങളൊരു മനുഷ്യനാകുന്നത് എന്ന് എന്നിൻ്റെ ഒരു പ്രസംഗത്തിൽ കേട്ടിട്ടുണ്ട്. അങ്ങനെ നമുക്കിങ്ങനെ വേരോളം താഴാൻ കഴിയണം. അങ്ങനെ മനുഷ്യരിലേക്ക് പൂവിലേക്ക് പടരുന്നത് പോലെ മനുഷ്യരിലേക്ക് ഇങ്ങനെ വസന്തമായി പടരാൻ കഴിയണം. ഇപ്പോൾ വേരിലേക്ക് താഴാനും ഈ പൂവിലേക്ക് പടരാനൊക്കെ നമുക്ക് കുറേ ഉസ്താദുമാരുടെ മാതൃകകൾ നമ്മുടെ മുന്നിലുണ്ട്. അതെ അതെ അതെ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ദേവർഷോൽ ഉസ്താദിന്റെ നേതൃത്വത്തിൽ സമൂഹ വിവാഹം നടന്നു. ഒരു 850 യുവാക്കൾക്ക് വേണ്ടിയിട്ടുള്ളൊരു വിവാഹം. വർഷങ്ങളായി ഉസ്താദ് നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ വർഷവും മുടങ്ങാതെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തനം. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് നമുക്ക് ആലോചിക്കുമ്പോൾ ഒരു സമൂഹ വിവാഹം എന്ന് നമുക്കതിനെ പറയാം. പക്ഷേ ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം വിവാഹം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സംഭവം. അതായത് അത് മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇനി വധുവരനെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞനാളിലെ മനുഷ്യൻ കാണുന്ന ഒരു സ്വപ്നങ്ങളിലാണ്, ഒരു നാണത്തിൽ കുതിർന്ന ഇതിലിങ്ങനെ ഉണ്ടാവുന്ന സ്വപ്നമാണ്. പ്രത്യേകിച്ച് ജീവിതത്തിൽ നമ്മളൊരു റോൾ ചേഞ്ചിങ് ഒരു പീരീഡ് കൂടിയാണ് അത്. അപ്പോൾ അതിനെക്കുറിച്ച് ആകുലതപ്പെടുന്ന മനുഷ്യരോട് ഉസ്താദ് പറയാണ്, നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, നിങ്ങൾ പങ്കാളിയെ കണ്ടെത്തിക്കോളൂ, ഞാൻ കല്യാണം നടത്തി തരാം എന്ന് പറയുമ്പോൾ ആ മനുഷ്യരിൽ ഉണ്ടാവുന്ന ഒരു വികാര വിസ്ഫോടനം ഉണ്ട്. അത് കരയണോ ചിരിക്കണോ, ഇത് സത്യമാണോ പടച്ചോനെ എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അതായത് ഇപ്പം നമ്മൾ പലപ്പോഴും വായിക്കുന്നൊരു സാധനമുണ്ട്, എന്താ പറയുക, ദൈവത്തെ പോലെയാണ് അല്ലെങ്കിൽ ദൈവം അയച്ചതാണ് അവൻ എന്നുള്ള ഒരു ചില പ്രയോഗങ്ങളൊക്കെ വരുന്നുണ്ട്. ആ മനുഷ്യൻ്റെ ജീവിതത്തിന് ശരിക്കും അങ്ങനെ ഒരു ഇതും കൂടി ഉണ്ട് കേട്ടോ. ഈ മനുഷ്യനെ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചുകൊണ്ട് അള്ളാഹു മനുഷ്യരെ അഭിസംബോധന ചെയ്യുന്ന മനോഹരമായൊരു വാചകമുണ്ട്, ഖലീഫത്തുല്ലാഹി ഫിൽ അർള്, ഭൂമിയിൽ അള്ളാഹുവിൻ്റെ പ്രതിനിധിയാണെന്ന്. അപ്പോൾ നമുക്ക് ഈ മനുഷ്യരെ അങ്ങനെ ചില്ലറക്കാരായി കണ്ടാൽ പോരാ. അതായത് ഈ പ്രപഞ്ചത്തിന് മുഴുവനും ഭക്ഷണം നൽകി കരുണ ചൊരിയുന്ന ഒരു മനുഷ്യനെ പോലും പട്ടിണിക്കിടാതെ എല്ലാവരെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ദൈവം ആ പഠിച്ചോൻ്റെ പ്രതിനിധികളാണ് മനുഷ്യർ. അപ്പോൾ മനുഷ്യൻ്റെ കാര്യങ്ങൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ചേർത്ത് പിടിക്കാൻ നമ്മളിങ്ങനെ നീണ്ടുകൊണ്ടേയിരിക്കണം. അപ്പോഴല്ലേ നമ്മൾ ഖലീഫ എന്ന പദത്തിലേക്ക് എത്തുക. ആ ഒരു സൂഫി വര്യൻ്റെ ഒരു കഥയിൽ അങ്ങനെ വായിച്ചിട്ടുണ്ട്. അത് അദ്ദേഹം എവിടുക്ക പോകുന്ന സമയത്ത് എന്തോ ബുദ്ധിമുട്ടെന്തോ അനുഭവിച്ചിട്ട് അയാൾ പെട്ടെന്നൊരു പള്ളിയിലേക്ക് എന്തോ പോകുമ്പോൾ അവിടെ ഒരു മനുഷ്യനുണ്ടാവും. അപ്പോൾ മനുഷ്യനോട് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് അയാളിങ്ങനെ ആ മനുഷ്യൻ പറയുന്നുണ്ട്, ഞാൻ ദോർക്കലുണ്ട്, ഈ ഒരു സൂഫി വര്യനെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ എന്നും ദോർക്കലുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതേ സൂഫി വര്യനാണ് ഈ ബുദ്ധിമുട്ടായിട്ട് ഇയാളുടെ മുന്നിൽ എത്തിപ്പെടുന്നത്. ഇമാം മുഹമ്മദ് ഹംബൽ ഷെയ്ബാനി തങ്ങളുടെ ചരിത്രമാണെന്നാണ് ഞാൻ ഓർക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള കുറേ സാമൂഹിക പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ഒരു അടയാളപ്പെടുത്തുന്ന കുറേ പ്രവർത്തനങ്ങൾ നമുക്ക് നമ്മുടെ ഉസ്താദന്മാരിൽ നിന്ന് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി നിമിഷപ്രിയ ശിക്ഷ അനുഭവിച്ച് അടുത്ത ദിവസം മരണപ്പെടും അല്ലെങ്കിൽ കൊല്ലപ്പെടും എന്ന് പറയുന്ന സമയത്താണ് പാകിസ്ഥാൻ്റെ ഇടപെടൽ അവിടെ ഉണ്ടാകുന്നത്. പക്ഷെ അതുമൂലം അവിടെ ഉണ്ടാകുന്ന ഒരു റവല്യൂഷൻ തന്നെയുണ്ട്. അതായത് ഇന്ന് മരിക്കുമെന്ന് തീരുമാനിച്ച് എല്ലാം റെഡിയായി നിൽക്കുന്ന ഒരു മനുഷ്യനോട് പറയാണ്, നിങ്ങളെ ഇന്ന് കൊല്ലണില്ല അല്ലെങ്കിൽ നിങ്ങളിന്ന് മരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരുതരം അവസ്ഥയുണ്ട്. ഇപ്പം നമുക്ക് തന്നെ അറിയാം നമ്മളൊരു ദിവസം മരിക്കും, പക്ഷെ ആ ഡേറ്റ് അറിയാത്തതുകൊണ്ടാണ് നമ്മളിങ്ങനെ സന്തോഷിച്ച് ആഘോഷിച്ച് ജീവിക്കുന്നത്. അപ്പോൾ അതിനും തയ്യാറായി നിൽക്കുന്ന ഒരു മനുഷ്യനോട് പറയാണ്, നാളെ ഇങ്ങനെ മരണത്തിൻ്റെ ഡേറ്റ് മുന്നിൽ കാണുന്ന ഒരാളോട് പറയാണ് നിങ്ങൾ ഇന്ന് മരിക്കണില്ല എന്ന് പറയുമ്പോൾ അയാളുടെ ഉള്ളിലുണ്ടാകുന്ന ഒരുതരം സന്തോഷങ്ങളുണ്ട്. അല്ല, എനിക്ക് തോന്നുന്നത് ഇത്തരം എന്തൊക്കെ ഈ നമ്മുടെ മതം പഠിപ്പിച്ച ഈ ഖലീഫമാരുടെ ചരിത്രം നമുക്ക് കാണാമല്ലോ. പാതിരാത്രിയുടെ യാമങ്ങളിൽ മനുഷ്യരെല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് നിദ്രാവിഹീനരായി പ്രജകളുടെ ക്ഷേമം അന്വേഷിച്ചുകൊണ്ട് നാടെത്തിയ ഖലീഫമാരെ കുറിച്ച് നമ്മൾ കേൾക്കുന്നുണ്ട്. അത് അവരിങ്ങനെ ഇറങ്ങിത്തിരിക്കുന്നു, ഓരോ വീടുകളിലും ചെന്നുകൊണ്ട് ഈ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സയ്യിദ്ന ഉമർ റളിയല്ലാഹു അൻഹു അവർ തമ്മിലുള്ള ഒരു ഇത് പറയുന്നുണ്ടല്ലോ. ഒരു വീട്ടിൽ ഉമർ റളിയല്ലാഹു അൻഹു എത്തുന്നതിന് മുമ്പേ ആരോ ഒരു മനുഷ്യൻ ഒരു വൃദ്ധയെ വന്ന് പരിചരിക്കുന്നു, വൃദ്ധയുടെ അഴുക്കായ വസ്ത്രങ്ങളൊക്കെ മാറ്റി വെക്കുന്നു, അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു, അവരുടെ മുറിവുകളിലൊക്കെ മരുന്ന് പുരട്ടിയിട്ടുണ്ട്.
അങ്ങനെ ഒരു മനുഷ്യൻ തിരിച്ചു പോകുന്നു. ആരാണ് ആ മനുഷ്യൻ എന്ന് അന്വേഷിച്ച് നോക്കുന്ന സമയത്ത് ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഇത് ഇതൊരു വലിയ ഇതാണ്. അതുപോലെ സമാനമായി തന്നെ നമ്മൾ ബഹുമാനപ്പെട്ട കുണ്ടൂർ ഉസ്താദ് നടന്നു പോയ വഴികളാണ് ഈ വാളക്കുളം നമ്മൾ വെന്നൂര്. ഉസ്താദ് ഒരു കപ്പ വിറ്റുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ, ആ ഉസ്താദ് ഇങ്ങനെ പോണ സമയത്താണ് അത് കാണുന്നത്. അപ്പോൾ ആ സമയത്ത് മഴ ഇങ്ങനെ കാർമേഘങ്ങൾ ഇരുണ്ട് കൂടി നിൽക്കുന്ന സമയത്ത് കുണ്ടൂർ ഉസ്താദ് കണ്ട സമയത്ത് ഉസ്താദിന് ഭയങ്കര സങ്കടം. ആ മനുഷ്യൻ പാവം കൃഷി ചെയ്തത് ഇവിടെ വന്ന് വെക്കുകയാണ്, മഴ പെയ്ത് തന്നെ ആരാ വാങ്ങുക? ഉസ്താദിൻ്റെ ഒറ്റ പരിഹാരമുള്ളൂ, അത് മുഴുവൻ വാങ്ങുക. എന്നിട്ട് ഉസ്താദ് ഇതിങ്ങനെ കവറിലാക്കിയിട്ട് എല്ലാവർക്കും സൗജന്യമായി വിതരണം ചെയ്യുക. അതിലൂടെ ഉസ്താദ് ആ മനുഷ്യനെ പരിഗണിക്കുന്നു, ഒന്ന് ഒരു മനുഷ്യൻ്റെ കുടുംബത്തെ പരിഗണിക്കുന്നു. അത് കഴിഞ്ഞ് വലിയൊരു സാമൂഹിക പ്രവർത്തനം നടത്തിക്കുന്നു. ഇതൊരു ഇങ്ങനെ നമ്മൾ ഉസ്താദ്മാർ ജീവിച്ചു പോയത് ഇങ്ങനെയാണ്. നമ്മളെ വെന്നിയൂർ കുഞ്ഞുമോൻ ഫൈസി ഉസ്താദ് അല്ലേ, ഞാൻ പലപ്പോഴും കുണ്ടൂർ ഉസ്താദിനെയും കുഞ്ഞുമോൻ ഫൈസി ഉസ്താദിനെയും ചേർത്ത് വിളിച്ചുകൊണ്ട് കുറേ സംഭവങ്ങൾ കേൾക്കും. ഏതൊക്കെയോ മനുഷ്യർ വന്നിട്ട് കുഞ്ഞുമോൻ ഫൈസി ഉസ്താദിനോട് സങ്കടം പറയും അത്രേ, ഉസ്താദെ മോളെ കല്യാണമുണ്ട്. അപ്പോൾ ഉസ്താദ് എൻ്റെ വീടോടെ അതൊന്നല്ല ഉസ്താദ് ചോദിക്കുക, മോളെ കല്യാണ്ട് വലിയ പ്രയാസമാണല്ലേ, നമുക്കൊന്ന് ഇറങ്ങി നോക്കുക. എന്നിട്ട് കുണ്ടൂർ ഉസ്താദിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ഉസ്താദ് ഇയാളെ മോളെ കല്യാണം നമുക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കണ്ടേ? എന്നിട്ട് എവിടെയോ ഉള്ളൊരു മനുഷ്യൻ്റെ മകൾക്ക് വേണ്ടിയിട്ട് കുണ്ടൂർ ഉസ്താദും വെന്നിയൂർ കുഞ്ഞുമോൻ ഫൈസി ഉസ്താദൊക്കെ കൂടി ഇങ്ങനെ പിരിവിനിറങ്ങുന്ന, വീടുകളിൽ ഇറങ്ങിയിട്ട് പിരിവെടുക്കുന്ന സന്ദർഭങ്ങൾ. എന്നിട്ട് ആ പൈസ അങ്ങോട്ടേക്ക് കൊടുക്കുന്നത്. എൻ്റെ നാട്ടിലേക്ക് കുണ്ടൂർ ഉസ്താദ് ഒരു തവണ ഒരു വെള്ളിയാഴ്ച, ഞങ്ങൾക്ക് ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് കുണ്ടൂർ ഉസ്താദ്, ഞങ്ങൾ സ്വാഭാവികമായിട്ടും നമ്മൾ പള്ളിയിൽ മുകൾ നിലയിലാണ്, നേരത്തെ പോയിട്ട് മുകൾ നിലയിൽ ഇരിക്കുന്ന ഒരു കാലമുണ്ട്. അതെ, അതൊരു 10 മണി 11 മണി ആകുമ്പോഴേക്ക് പള്ളിക്ക് എത്തുമ്പോൾ മുകളിൽ പോയിരിക്കും. അപ്പോൾ അങ്ങോട്ടേക്ക് ഒരാൾ കയറി വരുന്നുണ്ട്, തലയിലൊരു ഷാൾ ഇട്ടുകൊണ്ട് ഒരു ഉസ്താദ് കയറി വരുന്നു. മക്കളെങ്ങൾ അൽക്കഹഫ് ഓതിയോ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ നമുക്കറിയില്ലത് കുണ്ടൂർ ഉസ്താദെന്ന് അറിയില്ല. കുറേ കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ പള്ളിയിലെ ഖത്തീബ് ഉസ്താദ്, ആറ്റുപുറം അലിബാക്ക ഉസ്താദ് വന്നിട്ട് ഈ ഉസ്താദിനെ മുകളിൽ വന്നിരുന്ന് ഈ ഉസ്താദിനെ താഴേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അപ്പോഴും നമുക്കറിയില്ല. അത് കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം വയല് പറയാനും വേണ്ടിയിട്ട് അലി ഉസ്താദ് നീക്കുന്ന സമയത്ത്, ആറ്റുപുറ ഉസ്താദ് നീച്ച സമയത്ത് ഉസ്താദ് പറഞ്ഞു, കുണ്ടൂർ ഉസ്താദ് പള്ളിയിലുണ്ട്, ഉസ്താദ് ഇങ്ങനെ ഒരു പിരിവിന് വേണ്ടി വന്നത്, ഏതൊരു കുട്ടിയുടെ കല്യാണത്തിന് സ്വർണ്ണം എടുത്ത കടം വീട്ടാൻ വേണ്ടി വന്നതാണ്. അതായത് മറ്റുള്ളവരുടെ പ്രശ്നം എൻ്റെ സ്വന്തം പ്രശ്നമായി ഏറ്റെടുത്തു. അതാണ് ഈ ഉലമാവിൻ്റെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സെന്റിനറി ആഘോഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണല്ലോ അത്. മനുഷ്യരോടൊപ്പം സഞ്ചരിച്ച, മനുഷ്യരുടെ പ്രയാസങ്ങളോട് ചേർന്ന് നിന്ന, മനുഷ്യർക്ക് താങ്ങായ തണലായ, അവർക്ക് വേണ്ട മുഴുവൻ പ്രവർത്തനങ്ങളും നടത്തിയ, ഇന്ന ഇബ്രാഹിം ഖാന ഉമ്മ എന്ന് പറയുന്നത്, ഇബ്രാഹിം നബി ഒരു സമൂഹത്തിൻ്റെ പ്രതിനിധാനമായി മാറിയതുപോലെ ഈ മനുഷ്യരെ മുഴുവനും അവരൊരു ഉമ്മത്താക്കി ചേർത്ത് വിളിച്ചുകൊണ്ട് ഈ സമസ്ത കേരള ജമിയത്തിൽ ഈ മനുഷ്യർക്ക് വേണ്ടത് മുഴുവൻ കൊടുത്തു എന്നുള്ളതാണ്. അതാണ് നമ്മൾ മനുഷ്യർക്കൊപ്പം എന്നുള്ള കേരള നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇതാണ് ശരിക്കും നമ്മുടെ ഉസ്താദുമാരുടെ ജീവിതം, ഈ ഷെയ്ഖുന എ പി ഉസ്താദിൻ്റെ ജീവിതമൊക്കെ നമുക്ക് ഈ എവർലാസ്റ്റിംഗ് ടച്ചസ് ആണ് ശരിക്കും ഈ ഖലീഫമാരുടെ ജീവിതത്തിൻ്റെ രാത്രി അവർ കൊടുക്കുന്ന ഒരു എവർലാസ്റ്റിംഗ് ടച്ച്, അനന്തമായി നീണ്ടു നിൽക്കുന്ന ഒരു സാധനം. ഈ ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷന് വേണ്ടിയിട്ട്, നൈമിഷികമായ സന്തോഷങ്ങൾക്ക് വേണ്ടി സമൂഹം അന്വേഷിച്ചുകൊണ്ടിരിക്കുക. അവിടെയാണ് ഈ ലഹരിയിലേക്കൊക്കെ മനുഷ്യൻ പോയിക്കൊണ്ടിരിക്കുന്നത്. വേറൊരു സാധനം കൂടി ഉണ്ട്, നമ്മൾ ഡൗൺ ടു എർത്താണ്. അതെ, ഭൂമിയോളം താഴണം എല്ലാ മനുഷ്യരിലേക്കും എത്തിച്ചേരണം എന്നുണ്ടെങ്കിൽ. കാരണം മനുഷ്യരിലും പല സ്വഭാവക്കാരുണ്ടാവും, പല രൂപേണ ഉണ്ടാവും. അവരിലൊക്കെ അതിജയിച്ചിട്ട് വേണം നമുക്ക് ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടെന്നുള്ള. ഇപ്പോൾ റീസെൻ്റ്ലി നമ്മൾ നോക്കുമ്പോൾ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ നമ്മൾ കുറേ ഈ എന്താ പറയുക, ഈ ഡൊണേഷൻ കൊടുക്കുന്നതും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മൾ ഹൃദയത്തെ തട്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിന് കുറച്ചും കൂടി പവർ കൂടുതലാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ സാമൂഹിക വിവാഹം ദേവർഷോട് ഉസ്താദിൻ്റെ, ആ ദേവർഷോട് ഉസ്താദ് അവിടെ പ്രസംഗിക്കുന്ന പ്രസംഗം കേൾക്കുമ്പോൾ ഉസ്താദ് അനുഭവിച്ചിട്ടുള്ള ഒരു ഫീലിങ്സ് നമുക്ക് ഭയങ്കരമായിട്ട് മനസ്സിലാവുന്നുണ്ട്. അതെ, അത്രയും ഒരു ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ഉള്ള മനുഷ്യർ അവർ ഉസ്താദിനോട് സംസാരിക്കുമ്പോൾ ഉസ്താദ് പറയുന്നുണ്ട്, ഞാൻ എങ്ങനെ ഇതിനെ തട്ടിക്കളയാ എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട്. അങ്ങനെ ഡൗൺ ടു എർത്തിൽ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ അത്രയും ഹൃദയത്തെ തട്ടിയിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ അത് മനുഷ്യരിൽ ഉണ്ടാക്കുന്ന ഒരു ഇതാണ് ഭയങ്കരമായിട്ടുള്ള ഒരു റെവല്യൂഷൻ അല്ലെങ്കിൽ ഒരു എവർലാസ്റ്റിംഗ് ടച്ചസ് ആയിട്ട് ബാക്കി വെക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾക്കറിയാം ഈ റയാൻ വെൽ ഫൗണ്ടേഷൻ കുട്ടികളെ ഉദാഹരണം തന്നെയാണല്ലോ. ഒരു 6 വയസ്സുള്ള ഒരു കുട്ടി, അത് സ്കൂളിൽ നിന്ന് KG ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി അധ്യാപിക ഇങ്ങനെ സങ്കടം പറയുന്നുണ്ട്. അതായത് ഉഗാണ്ടയിലെ
ആഫ്രിക്കയിലെ ജലക്ഷാമത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതിങ്ങനെ പറഞ്ഞ സമയത്ത് കുട്ടിക്ക് ഭയങ്കര സങ്കടം. അത് മൈലുകളോളം താണ്ടിയിട്ട് ഒരു തുള്ളി കുടിനീരിന് വേണ്ടി മനുഷ്യന്മാർ സഞ്ചരിക്കേണ്ടി വരുന്നത്, കിട്ടിയ വെള്ളം മലിനമായ വെള്ളം ലഭിക്കുന്നത്, സമാനമായി തന്നെ വെള്ളം കിട്ടിയ വെള്ളം മലിനമായതിൻ്റെ പേരിൽ അത് വെള്ളം കിട്ടാതെ മരിച്ചു വീഴുന്ന മനുഷ്യർ, ഇനി മലിനമായ വെള്ളം കുടിക്കേണ്ടി വന്നതിൻ്റെ പേരിൽ വലിയ രോഗങ്ങൾ പിടിപെടുന്ന മനുഷ്യർ, ഇവരെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഈ കുട്ടിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. കുട്ടി വീട്ടിൽ പോയിട്ട് പറയുകയാണ്, ടീച്ചറോട് ചോദിച്ചു ആദ്യം, ടീച്ചറെ അവിടെ ഒരു കിണർ കുഴിക്കാൻ എത്ര ആവും? അപ്പോൾ ടീച്ചറിന് $75 ആവും. അതൊരു തെറ്റായ ഇൻഫർമേഷൻ, ടീച്ചറുടെ ഒരു ബോധ്യത്തിൽ നിന്ന് പറഞ്ഞതായിരുന്നു. അങ്ങനെ കുട്ടി വീട്ടിൽ പോയിട്ട് രക്ഷിതാക്കളോട് എനിക്കൊരു $75 വേണമെന്നാണ്. അപ്പോൾ അതൊരു വലിയ സംഖ്യയാണ് ഒരു കുട്ടിയെ സംബന്ധിച്ചത്. KG ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് എന്തിനാ $75? അത് ചോദിച്ചു. അപ്പോൾ ഈ കുട്ടി പറഞ്ഞു, $75 ഇങ്ങനെ ഉഗാണ്ടയിലെ ജലക്ഷാമത്തെക്കുറിച്ച് ടീച്ചർ പറഞ്ഞു, നമുക്കവിടെ ഒരു കിണർ കുഴിച്ചു കൊടുത്താലോ? രക്ഷിതാക്കൾ പറഞ്ഞു, ഓക്കെ നമുക്ക് കിണർ കുഴിക്കാം, പക്ഷേ എന്താ ചെയ്യരുത്, ഞാൻ പണം വെറുതെ തരൂല, ക്യാഷ് വെറുതെ തരൂല, വീട്ടിൽ ചെയ്യുന്ന ജോലികൾക്ക് പ്രതിഫലമായിട്ട് തരാം. ഒരു കണ്ടീഷൻ വെച്ചിട്ട് കണ്ടീഷൻ വെച്ചു. ഈ കുട്ടിയുടെ ഒരു ഇത് നിലനിർത്താൻ വേണ്ടിയിട്ട് രക്ഷിതാക്കൾ എടുത്തൊരു മാർഗ്ഗമായിരിക്കാം. കുട്ടി വീട്ടിലെ ജോലികൾ ഉത്സാഹത്തോട് ചെയ്യുന്നു, രക്ഷിതാക്കൾ ക്യാഷ് കൊടുക്കുന്നു. $75 ആയപ്പോൾ ഒരു സന്നദ്ധ സംഘടനയുടെ അടുത്തേക്ക് റയാൻ എന്ന് പറയുന്ന ഈ കൊച്ചുകുട്ടി ചെന്നിട്ട് അവിടെ പോയിട്ട് ഇത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു, ഇതുകൊണ്ടൊന്നും നമുക്ക് കിണർ കഴിക്കാൻ പറ്റില്ല, $1500 എങ്കിലും വേണം. $1500 കുട്ടി സഞ്ചരിക്കുകയാണ്. കുട്ടി അങ്ങനെ ഒരുപാട് മനുഷ്യരോട് പണം ചോദിക്കുന്നു, വീട്ടിലെ ജോലികൾ ചെയ്യുന്നു, ചെറിയ ചെറിയ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്നു തെരുവുകളിലൊക്കെ. അങ്ങനെ കുട്ടി $1500 ആക്കിയിട്ട് വീണ്ടും സന്നദ്ധ സംഘടനയുടെ അടുത്തേക്ക് പോയപ്പോൾ അവർ പറഞ്ഞു, നമുക്ക് ഈ $1500 കൊണ്ട് നമുക്ക് ചെറിയ കിണറുകൾ കുഴിക്കാൻ കഴിയും, മെഷീനറി ഉപയോഗിക്കുക. കാരണം ഈ കിണറുകൾ നമ്മൾ കൈകൾ കൊണ്ട് കുഴിക്കുമ്പോഴേക്കും ഒരുപാട് കാലതാമസം, കുറേ മനുഷ്യർ മരിച്ചു വീഴപ്പോഴേക്കും നമുക്ക് വലിയ മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് കിണർ കുഴിക്കാൻ ഇതിലേറെ സംഖ്യയാവും. അപ്പോൾ ആ സംഖ്യ മനസ്സിലായപ്പോൾ ഈ കുട്ടി വീണ്ടും ശ്രമിക്കാൻ. അങ്ങനെ അപ്പോഴേക്ക് ഈ കുട്ടിയുടെ ശ്രമങ്ങൾ നാട്ടിലൊക്കെ അറിയുന്നു, പലരും സംഭാവന ചെയ്യുന്നു. അവസാനം റയാൻ ഈ മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് കിണർ കുഴിക്കാനുള്ള തുക സമ്പാദിക്കുകയും അത് അവിടെ കിണർ കുഴിക്കാനുള്ള ശ്രമം നടക്കുകയും ചെയ്യുന്ന സമയത്ത് റയാൻ പറയുന്നുണ്ട്, ഒരു സ്കൂളിൻ്റെ പരിസരത്ത് ആണ് കിണറുണ്ടാക്കേണ്ടത് എന്ന് പറയുന്നത്. ഭയങ്കര ഒരു കുട്ടിയുടെ ഒരു വിഷനറി ലീഡറാണ് ശരിക്കും. അത് ചെറിയ പ്രായത്തിൽ പോലും ഒരു കുട്ടിയിൽ ഉണ്ടാകുന്നതല്ല. അതുകൊണ്ട് ഇപ്പോൾ റയാൻ വെൽ ഫൗണ്ടേഷൻ 1000-ലേറെ കിണറുകൾ 1999 റിയാൻ ഈ ശ്രമം ആരംഭിക്കുന്നത്. 2000 ആദ്യത്തെ കിണർ കുഴിക്കുന്നത്. 2000 നിന്ന് 2015 ആയപ്പോഴേക്ക് റിയാൻ വെൽ ഫൗണ്ടേഷന് കീഴിൽ 1500-ഓളം കിണറുകൾ കുഴിച്ചു എന്നുള്ളത്. അപ്പോൾ ഒരു കിണറിൽ നിന്ന് ഒരു 100 പേര് വെള്ളം കുടിക്കേണ്ടതൊക്കെ. അങ്ങനെയാണെങ്കിൽ 1.5 ലക്ഷം മനുഷ്യരിലേക്ക് ഒരു കുട്ടി എത്തി. ഒരു കുട്ടിയുടെ കുഞ്ഞിടപെടൽ, കുഞ്ഞു കൈ നീണ്ടപ്പോഴേക്കും ഒരു ലോകത്തെ 1.5 ലക്ഷം മനുഷ്യർക്ക് കുടിനീര് നൽകാൻ കഴിയുന്നു. മാത്രമല്ല അത് എത്രയോ ഇപ്പുറത്തുള്ള നമ്മൾ ചർച്ച ചെയ്യുന്നു. സമാനമായി തന്നെ ഗ്രേറ്റ തുൻബർഗിന്റെ ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതെ അങ്ങനെ ഒരുപാട് ഇന്നോവേഷൻസുകൾ കുഞ്ഞുങ്ങളിൽ നിന്ന് പോലും ഉണ്ടാകുന്നുണ്ട്. അത് അവരെ ഇൻസ്പയർ ചെയ്യുന്നത് വേറെ കുറേ പ്രശ്നങ്ങളാണ്, മറ്റുള്ള മനുഷ്യരുടെ പ്രശ്നങ്ങളാണ് അവരെ ആ ഒരു കാര്യങ്ങളിലേക്ക് മോട്ടീവ് ചെയ്തിട്ട് അവർ വരുന്നത് എന്നുള്ളതാണ്. ഇങ്ങനെ മനുഷ്യരെ ചേർത്ത് പിടിക്കുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ മറ്റ് മനുഷ്യരെ സന്തോഷിപ്പിക്കുന്നത്. ആരോഗ്യപരമായിട്ട് നമുക്ക് വലിയ ഗുണമുള്ള കാര്യമാണ്. മനുഷ്യൻ്റെ അതിലുള്ള ഓക്സിറ്റോസിൻ്റെയും എൻഡോർഫിൻ്റെയൊക്കെ ഉൽപ്പാദനത്തെക്കുറിച്ചും അത് മനുഷ്യർക്ക് ഉണ്ടാക്കുന്ന, അവരെ ഉള്ളിലുണ്ടാക്കുന്ന സന്തോഷത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അതിങ്ങനെ ഒരു മനുഷ്യൻക്കൊരു സഹായം ലഭിച്ചു എന്ന്, ഞാനൊരു വലിയ സഹായം ചെയ്തു എന്നത് പറയുന്നതിനൊക്കെ, അങ്ങനെ തോന്നുന്നതിനേക്കാളൊക്കെ അപ്പുറത്ത് നമ്മുടെ ഉള്ളിൽ ഒരു മനുഷ്യർക്ക് സഹായം ചെയ്യാൻ കഴിഞ്ഞു എന്ന് തോന്നുന്ന ഒരു സന്തോഷമല്ലേ. അതെ മറ്റുള്ളവർക്ക് ഞാൻ കാരണമാണല്ലോ ഓൻ ഇങ്ങനെ ആകുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പോസിറ്റീവായിട്ട് ഒരു മാറ്റം അവരിൽ ഉണ്ടാകുന്നത് ഇവർ പറയുമ്പോൾ അതിന് നമ്മളൊരു കാരണക്കാരനാണ് എന്ന് പറയുമ്പോൾ നമ്മളുള്ളിലും ഒരു സന്തോഷം ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ഈ സന്തോഷത്തിൻ്റെ മനുഷ്യരെ സന്തോഷിപ്പിക്കുന്ന, മനുഷ്യരെ ആനന്ദിപ്പിക്കുന്ന ഈ ചെറുകണികകളെ പോലും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നമുക്കിങ്ങനെ ഊതിക്കാച്ച് ഇങ്ങനെ നമ്മിങ്ങനെ ഊതി ഇങ്ങനെ കൊണ്ടുവരാൻ കഴിയും, വലിയ സംഭവങ്ങളാക്കി മാറ്റാൻ കഴിയും. ഇപ്പോൾ കേരളത്തിൽ പറയുമ്പോൾ ഇപ്പോൾ നമ്മുടെ മലപ്പുറത്ത് ഇപ്പോൾ കൂടുതലുള്ളതാണ് പാലിയേറ്റീവ് സിസ്റ്റങ്ങളൊക്കെ. അതെ ഈ പാലിയേറ്റീവ് കെയറിൻ്റെ ഒക്കെ ഉള്ളിൽ നമുക്ക് ഇതേമാരത്തെ പ്രവർത്തനങ്ങളാണ് അവിടെ നടക്കുന്നത്. അതായത് ഒരു മനുഷ്യൻ വേദനകരമായിട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു, അല്ലെങ്കിൽ ഡോക്ടേഴ്സൊക്കെ പറയുന്നു ഒന്നും ചെയ്യാനില്ല, നിങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളൂ എന്ന് പറയുമ്പോഴും ഇവരെ സംബന്ധിച്ചിടത്തോളം ഇത് ചോരയാണ്, അല്ലെങ്കിൽ ഇത് ഏറ്റവും പ്രിയപ്പെട്ട മനുഷ്യരാണത്. അപ്പോൾ ആ മനുഷ്യരുടെ അടുത്തേക്ക് നമ്മൾ കയറി ചെന്നിട്ട്
ഈ പാലിയേറ്റീവ് കെയറുകളിലുള്ള ആളുകളൊക്കെ അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും അല്ലെങ്കിൽ അവർക്ക് വേണ്ട ട്രീറ്റ്മെൻറ്റുകൾ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുമ്പോൾ ആ മനുഷ്യരിൽ ഉണ്ടാകുന്ന ഒരു തരത്തിലുള്ള ഒരു ഹാപ്പിനെസ് ഉണ്ട്. അതെ അതെ അപ്പോൾ ഇതൊക്കെ എല്ലാ നാടുകളിലും, നമ്മുടെ നാട്ടിലുള്ള എല്ലാ നാടുകളിലും ഈ പാലിയേറ്റീവ് സിസ്റ്റങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അതൊരു നമുക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമുക്ക് എന്തെങ്കിലും ഇപ്പം നമ്മൾ പറഞ്ഞു മാനസികപരമായിട്ട് കുറേ ബുദ്ധിമുട്ടുകൾ മനുഷ്യൻ അനുഭവിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഈ മനുഷ്യൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ മറികടക്കാൻ നമ്മൾ ഒന്നും കൂടി ഇങ്ങനെയുള്ള സോഷ്യലൈസ്ഡ് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്താൽ മതിയാവുന്നല്ല. അതായത് മറ്റു മനുഷ്യരെ നമ്മളെ സന്തോഷിപ്പിക്കുന്നു, മറ്റു മനുഷ്യരുടെ പ്രശ്നങ്ങളിൽ നമ്മൾ ഇടപെടുന്നു, അല്ലെങ്കിൽ മറ്റു മനുഷ്യർക്ക് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കാര്യം ചെയ്തു കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നേരത്തെ പറഞ്ഞ പോലെ നമ്മളിൽ ഡോപ്പമിൻ, ഓക്സിറ്റോസിനൊക്കെ വർക്കൗട്ട് ആവുന്നത് കൊണ്ട് തന്നെ നമ്മളുടെ മാനസിക ആരോഗ്യം കുറച്ചും കൂടി പോസിറ്റീവായിട്ടുള്ള രൂപത്തിലേക്ക് നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടാവും. ഇങ്ങനത്തെ ഈ ചെറിയ ഓരോ മനുഷ്യനും നടത്തുന്ന ചെറിയ ശ്രമങ്ങൾ അത് ഭാവിയിൽ ഒരു വലിയ വിപ്ലവമായി മാറും. കുറേ മനുഷ്യർക്ക് ജീവിക്കാനുള്ള ഒരു ഇന്ധനമായിട്ട് മാറുന്നുള്ള അങ്ങനത്തെ ശ്രമങ്ങളെ അതിന് നിരന്തരമായി നമ്മൾ മനുഷ്യരോട് ഇത്തരത്തിൽ സാഹിത്യോത്സവം പോലെയുള്ള സംവിധാനങ്ങളിൽ നമ്മൾ ഈ എവർലാസ്റ്റിംഗ് ടച്ചസിനെ കുറിച്ച്, അനന്തമായി നീണ്ടു നിൽക്കുന്ന സന്തോഷങ്ങളെക്കുറിച്ച്, മതത്തിൻ്റെ ഒരു ആംഗിളിൽ പറഞ്ഞാൽ സ്വതക്കത്തും ജാരിയ എന്ന് പറയുന്ന അല്ലേ, മരണത്തിന് ശേഷവും നീണ്ടു നിൽക്കുന്ന. അതെ. അതായത് ഇപ്പം നമ്മൾ പറയലുണ്ട് ഒരു ഏകദേശം കേരളത്തിൽ 1972, 73 ആ ഒരു 73 വർഷം ജീവിച്ചു കഴിഞ്ഞ് നമ്മൾ മരിച്ചുപോയി എന്ന് കരുതി വീണ്ടും നമ്മൾ ഓർക്കപ്പെടണം. അതെ. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവും, ഇപ്പോൾ ബസ് സ്റ്റോപ്പിൽ ഇന്ന സ്മാരക, ബസ് സ്റ്റോപ്പ് അല്ലെങ്കിൽ ഇന്ന സ്മാരക ഓരോരോ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ നമ്മളിലും ഒരു സ്മാരകം ഈ ഭൂമിയിൽ ബാക്കി വെക്കണം. അത് 2 രൂപത്തിലുണ്ടായിരിക്കും കേട്ടോ. ഈ മരിച്ചതിന് ശേഷം ഓർക്കപ്പെടുന്ന ആളുകൾ ഇതിൻ്റെ ഇടയിൽ ഒരു നന്മയുടെ ഒരു സെലക്ഷനെ കുറിച്ച് കൂടി നമ്മൾ ശരിക്കും ചർച്ച ചെയ്യണം തോന്നുന്നു. അതെ, ഹിറ്റ്ലറൊക്കെ ഇപ്പോൾ ഹിറ്റ്ലർ ഓർക്കപ്പെടും, ഓർക്കപ്പെടുന്നുണ്ടല്ലോ, മുസോളിനി ഓർക്കപ്പെടുന്നുണ്ട്. അങ്ങനെ ചരിത്രത്തിലെ ക്രൂരരായ ഭരണാധികാരികളും വലിയ അക്രമങ്ങൾ നടത്തിയ ആളുകളും വലിയ രക്തരൂഷിത പോരാട്ടങ്ങൾ നടത്തി മനുഷ്യരെ കൊന്നു തള്ളിയവരൊക്കെ കുപ്രസിദ്ധി നേടി, ശരിക്കും അതിൻ്റെ അടുത്ത് കുപ്രസിദ്ധി നേടിയവരൊക്കെ ഓർക്കപ്പെടുന്നുണ്ട്. അതല്ല ശരിക്കും ഇതിൻ്റെ ഇടയിലുള്ള മനുഷ്യന് ഈ തൻ്റെ ആയുഷ്കാലത്തെ വിവേകപൂർണമായി ഉപയോഗിക്കുക, നന്മയിലൂടെ വിവേകപൂർണമായി ഉപയോഗിക്കുക എന്ന ഒരു ശ്രദ്ധേയമായ എലമെന്റ് കൂടി ശരിക്കും നമ്മൾ അതിൻ്റെ കൂടെ ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ആകുമ്പോഴാണല്ലോ അത് ജീവിതത്തിന് അർത്ഥം ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ നമുക്ക് സിമ്പിൾ ആണല്ലോ, അതെ, എന്തും ചെയ്ത് കണ്ട് നമുക്ക് ഇപ്പൊ ഇന്നത്തെ റീസെന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്തും ചെയ്തിട്ട് പബ്ലിസിറ്റി ആവാം, അല്ലെങ്കിൽ സെലിബ്രിറ്റി ആവാം, അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനം. പക്ഷേ നെഗറ്റീവ് പബ്ലിസിറ്റി കൂടി ചർച്ച ചെയ്തുകൊണ്ട് ഇലക്ഷനുകളിലൊക്കെ വ്യാപകമായി പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്യാമ്പയിനാണല്ലോ. പക്ഷെ അപ്പറോ നമ്മളവിടെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു സാധനത്തിനെ മുൻനിർത്തിയിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ മറ്റുള്ളവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് സാരല്ല ഞാനുണ്ട് കൂടെ എന്ന് നമുക്ക് പറയാൻ കഴിയുക എന്നുള്ളത് ഏറ്റവും ഒരു പ്രധാനമായിട്ടുള്ള കാര്യം. കാരണം എന്താ വെച്ചാൽ റീസെൻ്റ്ലി നമ്മളുടെ ആൾക്കൂട്ട സംസ്കാരത്തിലൊക്കെ വളരെ മോശമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതായത് ഇപ്പോൾ നമ്മളുടെ ഫേസ്ബുക്കുകളിലുള്ള കമൻറ്റ് ബോക്സുകളിൽ, അതപ്പോൾ ആൾക്കൂട്ടത്തിലേക്ക് വരുമ്പോൾ പോലും ചില സമയങ്ങളിൽ നമ്മളെ നിയന്ത്രിക്കാൻ പറ്റാതെ, അല്ലെങ്കിൽ നമുക്ക് മറ്റു മനുഷ്യരെ കുറിച്ച് ചിന്തിക്കാൻ പറ്റാത്ത രൂപത്തിലേക്ക് ഈ വരുന്നുണ്ട്. ഒരു അയ്യപ്പൻ്റെ ഒരു കവിത വായിച്ചത് ഓർക്കുകയാണ്. കാർ അപകടത്തിൽപ്പെട്ട് റോഡരികിൽ കിടക്കുന്ന വഴിയാത്രക്കാരൻ്റെ ചോരയിൽ ചവിട്ടി ജനക്കൂട്ടം നിൽക്കവേ അവൻ്റെ പോക്കറ്റിൽ നിന്നും തെറിച്ച് വീണ 5 രൂപ നാണയത്തൊട്ടിലായിരുന്നു എൻ്റെ എന്ന് പറയുന്നത് ഒരു വളരെ ലളിതമായ ഒരു കവിതയാണ്. അത് അയാൾ അങ്ങനെ കവിതയിൽ പറയുന്നത് അയാളുടെ ഒരു വിശപ്പും ദാരിദ്ര്യമൊക്കെ ആയിരിക്കും 5 രൂപയിലേക്ക് അയാളുടെ നോട്ടം വരുന്നത്. പക്ഷെ അതൊരു മനുഷ്യന് നിസ്സഹായത പോലും അതിൻ്റെ ഒരു ഗൗരവത്തിലെടുക്കാതെ ചെയ്തുകൊണ്ടിരിക്കുന്നത് വലിയ പ്രയാസങ്ങൾ. അതെ, അപ്പം അതിന് കുറേ ഉദാഹരണങ്ങളുണ്ട്. ഇപ്പം നമ്മളെ വീട്ടിൽ ഇപ്പം നമ്മൾ വിട്ടുപോയി കണ്ടിരുന്ന ഈ ചില ഈ ആൾക്കൂട്ടാക്രമണങ്ങൾ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇത് വരുന്നത് ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ കൊണ്ടാണ്. നമുക്ക് മറ്റു മനുഷ്യരെ, നമുക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ മറ്റുള്ളവർക്കും അതെങ്ങനെ ബാധിക്കും എന്നുള്ളൊരു ചിന്താഗതികൾ, ഒരു എമ്പതറ്റിക്കൽ അപ്രോച്ച് നമ്മുടെ അടുത്ത് എവിടെയോ നടക്കുന്ന യുദ്ധങ്ങൾ നമ്മുടെ വേദനകളാവുന്നുള്ള സാധനം, നമ്മളെ എവിടെയോ നടക്കുന്ന പട്ടിണി കിടക്കുന്ന മനുഷ്യൻ്റെ വിശപ്പ് നമ്മുടേതായി മാറണം. എവിടെയോ ലോകത്ത് മാർട്ടിൻ ലൂതർ കിങ് ആണ് തോന്നുന്നത് പറഞ്ഞത്, ലോകത്ത് എവിടെയോ നടക്കുന്ന ഒരു അനീതി നമുക്ക് എതിരെ നടക്കുന്ന അനീതിയായിട്ട് നമുക്ക് കാണാൻ കഴിയണമെന്ന് മാർട്ടിൻ ലൂതർ കിങ് ആണ് തോന്നുന്നത് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ ഈ മനുഷ്യരെ എല്ലാ പ്രശ്നങ്ങളും ലോകം അനുഭവിക്കുന്ന മുഴുവൻ പ്രശ്നങ്ങളെയും അതിനിടയിലേക്ക് നമ്മൾ ഒരു വാക്കുകൊണ്ടെങ്കിലും
അതായത് ഒരു നിശബ്ദത കൊണ്ടെങ്കിൽ ഒരു നിശബ്ദത കൊണ്ട് മൗനം കൊണ്ടെങ്കിലും ഈ എവിടെയോ ഏതൊരു പ്രസംഗത്തിൽ കേട്ടത് ഉണ്ടല്ലോ, പുഞ്ചപ്പാടം തേവി നനക്കാൻ എന്തൊരു പാടാണ്, പുഞ്ചിരി കൊണ്ടൊരു ഹൃദയം നിറക്കാൻ സെക്കൻഡ് ഒന്നാണ് എന്ന് പറയുന്നൊരു കവിത. ഒരു സെക്കൻഡ് മതി ഒരു മനുഷ്യൻ്റെ മനസ്സ് നിറക്കാൻ, ഒരു പുഞ്ചിരി കൊണ്ടെങ്കിലും ഒരു മനുഷ്യനെ നമുക്ക് സന്തോഷിപ്പിക്കാൻ കഴിയണം. അങ്ങനെ അനന്തമായി അങ്ങനെ അനേകം മനുഷ്യരിലേക്ക് പടരുന്ന, അനേകം മനുഷ്യരെ സന്തോഷിപ്പിക്കാൻ കഴിയുന്ന ഒരുപാട് ആളുകൾ ഇങ്ങനെ ചേർത്ത് പിടിക്കാൻ കഴിയുന്ന ഒരാളായിട്ട് നമ്മളൊക്കെ മാറണം. ആ ഒരു രൂപത്തിലേക്ക് നമ്മുടെ സാഹിത്യോത്സവവും അതിൻ്റെ ആലോചനകളൊക്കെ ചെന്നെത്തട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, പ്രത്യാശിക്കാം. അത് മനുഷ്യർ പരസ്പരം കണക്റ്റഡ് ആണ്. അതായത് അതുകൊണ്ടാണ് നമുക്ക് ആഫ്രിക്കയിലെ പ്രശ്നങ്ങളും അമേരിക്കയിലെ പ്രശ്നങ്ങളും അല്ലെങ്കിൽ ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിലായാലും ഫലസ്തീനിലെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു പ്രശ്നം കൂടിയല്ല നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റഗ്രാമുകളിലും അല്ലെങ്കിൽ ഫേസ്ബുക്കുകളിലൊക്കെ കാണുന്ന വീഡിയോസ് കാണുമ്പോൾ നമ്മളുടെ ഹൃദയം പിടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരുമായിട്ട് നമുക്ക് എന്തോ ഒരു കണക്റ്റഡ് ഉണ്ട്. ഒരു മനുഷ്യൻ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽ ജനിച്ചു, അല്ലെങ്കിൽ അവരും നമ്മൾ മനുഷ്യരാണ് എന്നുള്ളൊരു പ്രായോഗിക ബുദ്ധിക്കപ്പുറത്ത് നമ്മൾ എവിടെയോ നല്ലൊരു കണക്ഷൻ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ പറ്റുന്നത്. അപ്പോൾ അതേ മനുഷ്യരെ നമുക്ക് ചേർത്ത് നിർത്തുമ്പോൾ അത് മൂലം ഉണ്ടാകുന്ന കാര്യങ്ങളും ഭയങ്കരമായിട്ടായിരിക്കും ആ മനുഷ്യനെയും, അത് ചേർത്ത് നിർത്തപ്പെടുന്ന മനുഷ്യനെയും ചേർത്ത് നിർത്തുന്ന ആളെയും ബാധിക്കുക എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ ഒരു ലളിതം എന്ന് പറയുന്ന ഒരു കവിത ഉണ്ട്. അതെ, അതിൽ പറയുന്നൊരു സാധനമുണ്ട്, ഇനിയും ഇവിടെ ഉണ്ടാകും വന്നതിൻ അടയിരുന്നതിൻ ചൂട് മാത്രം മതി എന്നാണ് പറയുന്നത്. അത്രയും ലളിതമാണ് ജീവിതം എന്നുള്ളതാണ്. അത്രയും ലളിതമാണ്. അത് ലളിതമായി പക്ഷികൾ ആവിഷ്കരിക്കുന്ന ഒരു ജീവിതത്തിനെ പറ്റിയാണ് പറയുന്നത്. അങ്ങനെ ഒരു അടയിരുന്ന ചൂടെങ്കിലും ബാക്കി വെക്കാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. ഈ ടാഗോർ പറഞ്ഞതുപോലെ, ടാഗോറിൻ്റെ ഒരു കവിതയിലുണ്ടല്ലോ, അസ്തമിക്കാൻ പോകുന്ന സൂര്യൻ ചോദിക്കുന്നുണ്ട്, ഞാൻ അസ്തമിക്കാൻ പോവാണ്, ഞാനൊക്കെ വെളിച്ചം കൊടുക്കാമെന്ന് ചോദിക്കുന്ന സമയത്ത് മിന്നാമിഞ്ഞിങ് വന്നുകൊണ്ട് തൻ്റെ ഇത്തിരി വെട്ടവുമായി വന്ന് എന്നാലാവുന്നത് ഞാൻ ചെയ്യാമെന്ന് പറയുന്നത്. അങ്ങനെ കുറേ കുഞ്ഞു വെളിച്ചങ്ങൾ ചേർന്നാൽ ഇവിടെ നമുക്ക് വലിയ വെളിച്ചത്തിൻ്റെ മഹാവിസ്മയം ഉണ്ടാക്കാൻ കഴിയും. അണ്ണാറക്കഞ്ഞനും തന്നാലായതെന്നാണല്ലോ. എല്ലാ മനുഷ്യരെ കൊണ്ടും ചെയ്യാവുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെയ്താൽ തന്നെ നമുക്ക് ഇവിടെ ഒരു വിപ്ലവം ഉണ്ടാക്കാൻ പറ്റും. അതാണ് നമുക്ക് റയാനിലൂടെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്നുള്ളതാണ്. ചുറ്റുമുള്ള നമ്മളെ സഹപാഠികളെ നമ്മളെ സന്തോഷങ്ങളിൽ മാത്രമല്ലാതെ സങ്കടങ്ങളിലും നമുക്ക് ആ മനുഷ്യരിലേക്ക് ചെന്നെത്താൻ വേണ്ടിയിട്ട് പറ്റണം എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ നമ്മൾ കല്യാണപ്പരയിൽ ഉണ്ടാകുന്ന അതേ ആൾക്കൂട്ടം അയാളുടെ മരണത്തിനും വേണം എന്നുള്ളതാണ്. അത് ക്ലാസ് മുറിയിലിരുന്ന് കരയാതെ കരയുന്ന സുഹൃത്തിൻ്റെ കാണുന്ന കണ്ണ് നമുക്കുണ്ടാവണം. അങ്ങനെ അത് ക്ലാസ് മുറിയിലായാലും നമ്മുടെ തെരുവുകളിലായാലും നമ്മുടെ പരിസരങ്ങൾ, നമ്മുടെ അയൽവാസികളിലൊക്കെ ആയാലും. ഞാൻ ഈ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മുശാവറ അംഗമായിരുന്ന ഷിറിയ ഉസ്താദിനെ ഓർത്തു പോകുകയാണ് നമ്മളിങ്ങനെ സംസാരിക്കുന്ന സമയത്ത്. ഷിറിയ ഉസ്താദ് SSFൻ്റെ പ്രൊഫ് സമ്മിറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉസ്താദിനെ താജുശരിയ എന്നാണ് ഉസ്താദിനെ വിളിക്കപ്പെട്ടിരുന്നത്. പ്രൊഫ് സമ്മിറ്റിൻ്റെ സമയത്ത് ഉസ്താദ് നടത്തിയൊരു പ്രസംഗം എനിക്ക് ഓർമ്മ വരികയാണ്. പ്രൊഫഷണൽ വിദ്യാർത്ഥികൾ മെഡിക്കലിനും മെഡിസിനും എഞ്ചിനീയറിങ്ങിനും MBBS അതുപോലെ തന്നെ LLBക്കൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളാണ് പ്രൊഫ് സമ്മിറ്റിൽ പങ്കെടുക്കുന്നത്. അവിടെ ഉസ്താദ് നടത്തിയൊരു പ്രസംഗം, നിങ്ങളുടെ അയൽവാസിയായൊരു മനുഷ്യൻ, ഉസ്താദ് ഒരു പ്രത്യേക ഒരു സംഘടനയുടെ പേര് പറയുന്നുണ്ട്, ഞാൻ അങ്ങനെ തന്നെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ആ സംഘടനയുടെ ആളാണെങ്കിൽ പോലും ആ വീട്ടിൽ നിന്നൊരു കുട്ടിയുടെ കരച്ചിൽ കേട്ടിട്ടുണ്ടെങ്കിൽ ഈ പോയി നോക്കണം. എന്തിനാ കുഞ്ഞി കരയുന്നത്? ഉസ്താദിൻ്റെ വളരെ സ്നേഹത്തിൻ്റെ ഭാഷയാണ് എപ്പോഴും ഉസ്താദ്. എപ്പോഴും കുട്ടികളൊക്കെ കിട്ടി ഉസ്താദ്, ഞങ്ങൾ SSFൻ്റെ പ്രവർത്തകരൊക്കെ കണ്ടാൽ ഉസ്താദ് ഓമന മക്കളെ എന്ന് വിളിക്കുന്ന ആളാണ് ഷിറിയ ഉസ്താദ്. ഷിറിയ ഉസ്താദ് പറയുന്നത്, എന്തിനാ കുഞ്ഞി കരയണത്, പൈച്ചിട്ടാണോ എന്ന് ചോദിക്കണം. ഉസ്താദിൻ്റെ ഭാഷ അറിയണം, പൈച്ചിട്ടാണോ? ആ കുട്ടിക്ക് പൈക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ആ കുട്ടിക്ക് കഴിക്കാനുള്ള ഒന്നും ഈ കൊണ്ടേ കൊടുക്കണം. അതെ, എന്നാലേ ഈ വിശ്വാസിയാവണുള്ളൂ. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറക്കുന്ന നമ്മൾ പെട്ടവനല്ല. അതൊരു ഭയങ്കര ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതൊരു എന്താ പറയുക, ഈ എമ്പതിൻ്റെ ഒക്കെ ഏറ്റവും മൂർത്തമായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ശരിക്കും. അത് ഒരു മനുഷ്യനെ എങ്ങനെ ഇതാക്കണം എന്നുള്ളത്, അതൊക്കെയാണ് നമ്മളുടെ റോൾ മോഡൽ എന്നുള്ളത് കൊണ്ടാണ് അതെ നമ്മളെ ജീവിതത്തിൽ നമ്മൾ ഉസ്താദന്മാർ ഇവരൊക്കെ എത്രത്തോളം ഉള്ള ഇങ്ങനെയുള്ള നമുക്കൊരു ഉദാഹരണങ്ങളായിട്ട് നമുക്ക് വായിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. അതായത് ജീവിതം കൊണ്ട് ഉദാഹരണങ്ങളായി മാറിയ കുറേ മനുഷ്യർ. അതെ അത് ഞങ്ങൾ കാലം കഴിഞ്ഞാലും
10 ഒരുപാട് കാലത്തേക്ക് ഞങ്ങൾ ഓർക്കപ്പെടും. ഓർക്കാനുള്ളത് ചെയ്ത് കാണിച്ചു തന്ന കുറേ മനുഷ്യർ. അത് വെറും വാക്കുകളിലൂടെയല്ല, ജീവിതം കൊണ്ട് അടയാളപ്പെടുത്തിയ ഈ അങ്ങനെ ഇവർ ഈ സാമൂഹ്യ മൂല്യങ്ങളുടെയൊക്കെ പ്രതിഫലിക്കുന്ന കണ്ണാടികളായി ജീവിതം അടയാളപ്പെടുത്തിയ ഈ മഹാന്മാരായ പർവ്വത സമാനരായ പണ്ഡിത ശ്രേഷ്ഠരാണ് നമ്മുടെ കരുത്ത്. അതെ. ഇപ്പം അതിൻ്റെ ഒരു ഏറ്റവും ഒരു ഔട്ട്പുട്ട് നമുക്ക് കാണാൻ പറ്റുക ഒരു വഫാത്തിന് ശേഷമായിരിക്കും. അതായിരിക്കും. അതെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ആൾക്കൂട്ടങ്ങളായിരിക്കും അതെ അതെ ഇവരുടെ വഫാത്തിന് ശേഷം നമുക്ക്, അല്ലെങ്കിൽ ആ ഒരു അന്ത്യസമയത്തൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് എന്നുള്ളതാണ്. നമ്മൾ പോലും നെട്ടിപ്പോകുന്ന ഒരു ആൾക്കൂട്ടം. അതെങ്ങനെ ഉണ്ടാവുന്നു എന്നുള്ളത് നമ്മൾ പിന്നീട് അന്വേഷിക്കുമ്പോഴാണ് നമുക്ക് ഈ കഥകളും ഇത്തരത്തിലുള്ള ഇവരുടെ സാമൂഹിക പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നതെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ എവർലാസ്റ്റിംഗ് ടച്ചസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ചുറ്റുഭാഗത്തുമുള്ള മനുഷ്യരിലേക്ക് നമ്മൾ ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കണം. സൂക്ഷിച്ചു. അവിടെ നീഡി ആയിട്ടുള്ള ആളുകൾ ഒരുപാട് മനുഷ്യരുണ്ടാവും. അപ്പോൾ നമ്മൾ കുറേ സാമൂഹിക പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്, ഇല്ല എന്നൊന്നും പറയുന്നില്ല. പക്ഷെ ആവശ്യക്കാരിലേക്ക് എത്തുന്നുണ്ടോ, ഇവൻ്റെ ആവശ്യം ഇത് തന്നെയാണോ എന്നറിഞ്ഞിട്ട് ചെയ്യണം എന്നുള്ള, അങ്ങനെ ചെയ്യുന്ന മനുഷ്യരായിട്ട് നമ്മളൊക്കെ മാറട്ടെ. ഇങ്ങനെ എവിടെയൊരിടത്ത് വായിച്ചത് ഓർക്കുന്നുണ്ട്. ഇങ്ങനെ കൂട്ടമായി നോക്കുന്ന സമയത്ത് മനുഷ്യനൊരു കാടാണെങ്കിൽ പോലും ഒറ്റക്ക് നോക്കുന്ന സമയത്ത് ഒരു മരമാണ്, ഒരു വെറും ഒറ്റമരമായി നിൽക്കുന്ന കുറേ മനുഷ്യരുണ്ട്. അപ്പോൾ അതിൻ്റെ ചില്ലകൾ, അതിൻ്റെ ശീലങ്ങളൊന്ന് തലോടി നോക്കിയാൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നല്ലോ. അപ്പോൾ അത്രയും പ്രശ്നങ്ങളുള്ള എല്ലാ മനുഷ്യരും പ്രശ്നക്കാരാണ്. ജീവേശിൻ്റെ ഒരു കവിത പറയുന്നുണ്ട്, ഏത് സാഗരത്തിലാണുള്ളത് മനുഷ്യനോളം പിടക്കുന്ന മീനുകൾ എന്നുള്ള. അതെ. അപ്പം അത്രയും പ്രശ്നക്കാരാ മനുഷ്യനുള്ളിലുണ്ടാവും, സംഘർഷങ്ങളും സങ്കടങ്ങളൊക്കെ ഉണ്ടാവും. ഒന്ന് ചേർത്ത് നിർത്തിയാൽ, ഒന്നില്ലെങ്കിൽ ഒരു ചായ കുടിച്ചിട്ട് വൈകുന്നേരങ്ങളിൽ ചായകളിലൊന്നും ഒന്ന് ചായ വാങ്ങിയിട്ട് നമ്മൾ അപ്പുറത്തിപ്പുറത്തിരുന്ന് സംസാരിച്ചാൽ തീരാവണ കുറേ സങ്കടങ്ങളുണ്ട്. അങ്ങനെ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വൈകുന്നേരത്തെ ചായ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു മാനസിക ഉല്ലാസം കിട്ടുന്ന ഒരു സാധനം. അതുകൊണ്ടാണ് നമ്മൾ ഈ സൗഹൃദ ചായ വരുന്നത്. ജസ്റ്റ് മറ്റു മനുഷ്യരോട് സംസാരിക്കുക, അവരുള്ളത് കേൾക്കുക, ഇങ്ങനെയുള്ള സംഭവങ്ങൾ. ഇത്രമാത്രം ഈ സംഭവം നമ്മൾ ഭൂമിയിൽ നമ്മൾ മരിച്ചു പോയാൽ പോലും നമ്മൾ ഓർക്കാൻ മാത്രമുള്ളത് ഉണ്ടാകും. ഒന്നുമില്ലെങ്കിൽ ഞാൻ അത്രയും കഷ്ടപ്പെടുന്ന സമയത്ത് ഓനാണ് എന്നെ സഹായിച്ചത് എന്നുള്ളൊരു ബഹുമാനം, അല്ലെങ്കിൽ ഒരു ആദരവ് നമ്മളെ തേടി എല്ലായ്പ്പോഴും, ഒരു സ്നേഹം, ഒരു പ്രാർത്ഥന, അത് മതിയാ, പ്രാർത്ഥന മതിയാകും. അത് ഈ ഉള്ളിൽ തട്ടിയിട്ടുള്ള പ്രാർത്ഥനകളാണല്ലോ ഏറ്റവും പ്രധാനം. അങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കട്ടെ എന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് അഭിലഷിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ അതിലേക്കുള്ള വലിയ ആലോചനകളൊക്കെ ഉണ്ടാവട്ടെ. ഈ സാഹിത്യോത്സവം അതിനൊരു കാരണമാവട്ടെ.